ദുബായ് നഗരത്തിലേക്ക് ലാൽ ജോസ് വീണ്ടും കടന്നുവരുന്നു. തന്റെ പുതിയ ചിത്രമായ ഡയമണ്ട് നെക്ലസിന്റെ ചിത്രീകരണത്തിനാണ് ദുബായിലെത്തിയത്. മുമ്പ് ഏറെ വിജയം കരസ്ഥമാക്കിയ അറബിക്കഥയ്ക്കും ലാൽ ജോസ് ഈ നഗരത്തെ പ്രധാന പശ്ചാത്തലമാക്കിയിട്ടുണ്ട്. ആ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം തന്നെയാണ് ഡയമണ്ട് നെക്ലസിനും തിരക്കഥ ഒരുക്കുന്നത്. ഫാസിലിന്റെ മകൻ ഫഹദ് ഫാസിൽ ഡോക്ടർ അരുൺകുമാർ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. പാരീസിൽ ജനിച്ചു വളർന്ന മായ എന്ന ബ്യൂട്ടീഷ്യനായി സംവൃത സുനിലും എത്തുന്നു. ഫഹദിനെ സംബന്ധിച്ച് ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇദ്ദേഹം. തന്റെ ആദ്യ ചിത്രമായ കയ്യെത്തും ദൂരത്തിനു ശേഷം വലിയൊരു ഇടവേളയായിരുന്നു. ഇതിനിടയിൽ അമേരിക്കയിൽ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വീണ്ടും സിനിമയിൽ തിരിച്ചുവരവ് നടത്തിയത് പ്രമാണി എന്ന ചിത്രത്തിലൂടെയായിരുന്നു. പിന്നീട് ചാപ്പാക്കുരിശിലൂടെ നായകസ്ഥാനം വീണ്ടും. ഇതിലെ എരിവും പുളിയും നിറഞ്ഞ കഥാപാത്രം ഫഹദിനെ മുഖ്യധാരയിൽ വീണ്ടും എത്തിച്ചു. മലയാളത്തിന്റെ മുൻ നായികയായ രോഹിണി ഈ ചിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അറബിക് കഥ പ്രവാസി മലയാളികളിലെ സാധാരണക്കാരുടെ ജീവിതത്തെയാണ് പ്രതിപാദിച്ചതെങ്കിൽ ഈ ചിത്രം ഈ നഗരത്തിലെ ശരാശരിയിലും ഉയർന്ന നിലവാരത്തിലുള്ളവരുടെ കഥ പറയുന്നു. ശ്രീനിവാസൻ, ജഗതി ശ്രീകുമാർ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റേതാണ് തിരക്കഥ. റഫീഖ് അഹമ്മദിന്റെ ഗാനങ്ങൾക്ക് വിദ്യാസാഗർ ഈണം പകരുന്നു. സമീർ താഹിറാണ് ഛായാഗ്രാഹകൻ. എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാം. LG ഫിലിംസ് ഈ ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നു.